കഴിഞ്ഞ പ്രാവശ്യം 20 എണ്ണം പോയതുപോലെയല്ല, ഒരു 2-3 പേരെ അയക്കണം കൂടെ. വിജയിപ്പിക്കല്ലേ, ഗംഭീര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. കഴിഞ്ഞ 5 വർഷത്തെ അനുഭവമായിരിക്കില്ല, ഉറപ്പായിട്ടും വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു MP എന്ന നിലയ്ക്ക് തൃശ്ശൂരേക്ക് നമ്മൾ തെരഞ്ഞെടുക്കുന്ന MP കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു MP ആയിരിക്കും. അങ്ങനെ ഒരു ഖ്യാതി കൂടി നിങ്ങൾക്ക് നേടിത്തരുന്ന ഉറപ്പ് തരുക. പിന്നെ വികസനം എത്രയാ കൊണ്ടുവരുന്നത് അതിപ്പോ നമ്മൾ കണക്കെടുക്കേണ്ടത് അല്ലേ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ വികസനത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ യോഗ്യമായത് കേരളത്തിനും തൃശ്ശൂരിനും കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം 20 എണ്ണം പോയതുപോലെയല്ല, ഒരു 2-3 പേരെ അയക്കണം കൂടെ കേട്ടോ. കേരളം മുഴുവൻ അയച്ചാൽ അതിന്റെ ഗുണം മലയാളികൾക്കുണ്ടാവും, കേരളീയർക്കുണ്ടാവും, തമിഴ്നാടിനും കർണാടകത്തിനുമൊക്കെ ഉണ്ടാവും. നമുക്ക് ഭാരതത്തിൽ മൊത്തം വികസനം വരുന്നതിന്റെ ഒരു പരപ്പ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഏറ്റല്ലോ അന്ന് ഒരു ജീവനില്ലാത്ത ഏറ്റോ ഇയാൾ അവിടെ ഡാൻസ് കളിച്ചാളാ. പറയാമോ? നല്ല നിറഞ്ഞ കയ്യടിയോടുകൂടി മാതാപിതാക്കളെ ഈ മോദിജിയുടെ ചിത്രം ശ്രീകുമാർ ആമ്പല്ലൂർ സമ്മാനിക്കുന്നു. ശില്പിയും ഗാനരചയിതാവുമായ ശ്രീകുമാർ ആമ്പല്ലൂർ തന്നെ നിർമ്മിച്ചതാണ് ഈ ചിത്രം. മോദിജി ഗുരുവായൂരിൽ വന്നപ്പോൾ വൈക്കം വിജയലക്ഷ്മി പാടിയ സ്വാഗത ഗാനവും രചിച്ചത് ശ്രീകുമാർ ആമ്പല്ലൂരാണ്. അദ്ദേഹത്തിന്